സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം ദൈവത്തിൻ്റെ വചനവുമായി എഴുന്നേറ്റ് നിൽക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. സ്തോത്രം. അതിനോടനുബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവും നിത്യതയും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഈ 7 ദിവസം നമ്മളിവിടെ ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിയുമ്പോൾ നമ്മളെ തന്നെ ഒരുക്കി ആമേൻ പ്രത്യാശയുള്ളവരായി, ആമേൻ ഹല്ലേലൂയ, പ്രത്യാശയോടെ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരായി മാറുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ബലപ്പെടുത്തിയ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ട് സന്ദേശത്തിൽ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ നടുവിലും ആമേൻ സുനാമിയുടെ നടുവിലും ആമേൻ തീരത്തെ ചുംബിക്കുന്ന ഒരു തിര പോലെ നാം ഓരോ വിശ്വാസികളുമായിരിക്കണമെന്നുള്ളൊരു ചിന്ത കേൾക്കുവാനിടയായി തീർന്നു. കാരണം ആമേൻ ആ തിരയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഏത് സാഹചര്യത്തിലും ഏത് അവസരത്തിലും അവിടെ ആമേൻ ഹല്ലേലൂയ ആ കടലിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും അതെപ്പോഴും വന്ന ആ തിരയെ ചുംബിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ. അതുപോലെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മളെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ ചുംബിച്ചുകൊണ്ടേയിരിക്കണം. ആമേൻ ഹല്ലേലൂയ. പ്രതിസന്ധികൾ കടന്നു വരും, പക്ഷേ പ്രതികൂലങ്ങൾ കടന്നു വരും, പക്ഷേ അതിൻ്റെ മധ്യത്തിലും നമ്മൾ നമ്മുടെ അരുമനാഥനെ ചുംബിച്ച് ആ മാറോട് ചേർന്ന് വസിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ ബലപ്പെടുത്തിയ ഹല്ലേലൂയ ഒരുപാട് പ്രതിസന്ധികളുടെ മധ്യത്തിൽ എന്നെ ബലപ്പെടുത്തി തിരിച്ചെടുത്ത ഒരു ചിന്തയായിരുന്നു അത്. ആമേൻ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാം അറിയുന്നത് പോലെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവാണ്. ആമേൻ. ആ വരവിനോടനുബന്ധിച്ച് അതിന് മുൻപേ ആമുഖമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ദൈവത്തിൻ്റെ വചനം അത് ആമുഖമായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ മെസ്സേജിന് ഒരു പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കേട്ടു, നമ്മൾ മാനസാന്തരപ്പെടണമെന്ന് ആദ്യം ചില ആഴ്ചകൾ നമ്മൾ കേട്ടു. ആമേൻ. എന്താണ് മാനസാന്തരം? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവൻ കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗുകൊണ്ട് ഏറ്റുപറയുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെടും. ആമേൻ. അതേ തുടർന്ന് ഹല്ലേലൂയ നമ്മൾ വിശ്വാസികളായി ജീവിക്കുന്ന സമയത്ത് ജഡത്തിൻ്റെ പ്രവൃത്തികളുടെ മേൽ നമ്മൾ ജയമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, ഹല്ലേലൂയ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ഹല്ലേലൂയ, അതുപോലെ തന്നെ വിഗ്രഹാരാധന, അകൃത്യം, പക, പിണക്കം, ദന്തപക്ഷം, അസൂയ, മദ്യപാനം, വെറുക്കുത്ത്, ഇവയൊക്കെ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഒക്കെയും ജയമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ കേട്ടതുപോലെ ഹല്ലേലൂയ നമ്മളെ വിശ്വാസം തകർത്ത് കളയുന്ന നാവുകളുടെ മേൽ ജയമെടുത്തുകൊണ്ട് ആമേൻ വശീകരണ നാവുകൾ, ആമേൻ അങ്ങനെയുള്ള നാവുകളെക്കുറിച്ച് നമ്മൾ ഈ ദിവസം കേട്ടല്ലോ. കഠിന വാക്കുകൾ പറയുന്ന നാവുകൾ, അതികഠിന വാക്കുകൾ പറയുന്ന നാവുകൾ, വ്യർത്ഥം പറയുന്ന നാവുകൾ, അങ്ങനെയുള്ള നാവുകളുടെ മേൽ ജയമെടുത്തുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരായി തീരും. അല്ലാത്ത പക്ഷം ഇതൊക്കെയും കേട്ടിട്ട് നിങ്ങൾ ഹല്ലേലൂയ ജയം എടുത്തില്ല എങ്കിൽ അതിൻ്റെ മേൽ നിങ്ങളതിനെ തട്ടിക്കളഞ്ഞാൽ അവരെക്കുറിച്ച് വചനം പറയുന്നൊരു വാക്യമുണ്ട്. ഒന്ന് വായിക്കാമോ? ആവർത്തന പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ഈ ശാപവചനങ്ങളെ കേൾക്കുമ്പോൾ വരണ്ടതും നനവുള്ളതും ഒരുപോലെ നശിക്കേണ്ടതിന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യപ്രകാരം നടന്നാലും എനിക്ക് സുഖമുണ്ടാകുമെന്ന് പറഞ്ഞ് തൻ്റെ ഹൃദയത്തിൽ തന്നെത്താൻ അനുഗ്രഹിക്കും. തൻ്റെ ഹൃദയത്തിൽ തന്നെത്താൻ അനുഗ്രഹിക്കും. അതായത് ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഹല്ലേലൂയ അത് സ്വീകരിക്കുന്നവൻ അത് അനുഗ്രഹവും, അത് സ്വീകരിക്കാത്തവൻ അത് ശാപവുമാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ. അതുപോലെ തന്നെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ അതിനെ വിട്ടുമാറിയാൽ അത് അവൻ അനുഗ്രഹവും, അത് വിട്ടുമാറാതെ ആ പാത പിന്തുടർന്നാൽ അതവന് ശാപവുമാണ്. അങ്ങനെയുള്ള ശാപത്തിൻ്റെ വാക്കുകൾ അത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കിയിട്ട്
നമ്മൾ ഹല്ലേലൂയ എനിക്കിത് ഒന്നുകൂടെ വായിച്ച ആ ഭാഗം കഠിനമാക്കിയ ശേഷം എനിക്ക് എന്ത് നടന്നാലും എനിക്ക് സുഖം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഹൃദയത്തിൽ തന്നെത്താൻ അനുഗ്രഹിക്കും. എനിക്ക് എന്ത് പ്രശ്നം കുഴപ്പമില്ല, ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ ആ വഴിക്ക് അതിന്റെ തൊട്ട് താഴത്തെ വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നത്, അവനോട് ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സ് വരാതെ യഹോവയുടെ കോപവും തീഷ്ണതയും ആ മനുഷ്യന്റെ നേരെ ജ്വലിക്കും. അങ്ങനെ അതികഠിന ഹൃദയമാക്കുന്ന വ്യക്തിയുടെ നേരെ ദൈവത്തിന്റെ കോപം ജ്വലിക്കും. ആമേൻ. എന്നാൽ ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി എരിവോടെ നിൽക്കുന്ന മാനസാന്തരപ്പെട്ട് ജഡത്തിൻ്റെ പ്രവൃത്തികളുടെ മേൽ ജയമെടുത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നു. ഒന്ന് വായിക്കാമോ? 2 പത്രോസ് 3:13. അല്ല, 2 പത്രോസ് 3:13. സഹോദരന്മാരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് കർത്താവിന് വേണ്ടി ജഡത്തിൻ്റെ പ്രവൃത്തികളുമേൽ ജയമെടുത്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തി, ആമേൻ, അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കാത്തിരിക്കുന്നവരെ തേടി വരുന്ന കർത്താവ്, അതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. ശുദ്ധവും ശുദ്ധവുമായ കളങ്കമില്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയെ സ്വീകരിക്കാൻ വേണ്ടി വരുന്ന വരവാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. ആമേൻ, ഹല്ലേലൂയ. ഈ രണ്ടാമത്തെ വരവിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നാളെയായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. അതിന് ഈ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് തിരുവചനത്തിൽ ഏകദേശം 600 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 600 പ്രാവശ്യം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും ആ ക്രൂശീകരണത്തിലൂടെ ലഭ്യമാകുന്ന രക്ഷയും ആണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യം 175 പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, 175 പ്രാവശ്യം. എന്നാൽ കർത്താവ് മടങ്ങി വരുന്നതിനെ കുറിച്ച് 600 പ്രാവശ്യം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ച സമയത്ത് ഞാൻ കർത്താവിനോടൊന്ന് ചോദിച്ചു, എൻ്റെ ഹൃദയം കൊണ്ട് കർത്താവിന് ചോദിച്ചു, എന്തുകൊണ്ട് ആ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം 175 പ്രാവശ്യം പറഞ്ഞിട്ട് കർത്താവ് വരുന്നതിനെക്കുറിച്ച് 600 പ്രാവശ്യം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ഞാൻ ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയൊരു ഉത്തരമുണ്ട്. അത് ഞാൻ അതിൽ ഓക്കെ ആയിരുന്നു. അതിങ്ങനെയാണ്: കർത്താവായ യേശുക്രിസ്തു 175 പ്രാവശ്യം ക്രൂശീകരണത്തിലൂടെ ഉള്ള രക്ഷയെക്കുറിച്ച് ഈ ലോകത്തിൽ തിരുവചനത്തിൽ പറഞ്ഞു. അതിനുശേഷം അന്നു മുതൽ ഈ നിമിഷം വരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ഏറ്റെടുത്ത് പാപിയുടെ ഹൃദയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവന് മാനസാന്തരം കൊടുത്ത് ഒരിക്കൽ അങ്ങനെ ആ പരിശുദ്ധാത്മ ഇടപെടലിലൂടെ മാനസാന്തരപ്പെട്ടതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അത് അത്രയും പറഞ്ഞാൽ മതി. നേരെ മറിച്ച് ആമേൻ, ഹല്ലേലൂയ, മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്ന് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകുമ്പോൾ ആമേൻ, അവിടെ അതിൻ്റെ 2 ഇരട്ടി പ്രാവശ്യം പറയുകയാണ്, എൻ്റെ കർത്താവ് മടങ്ങി വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് മടങ്ങി വരുമെന്ന്. അതിൻ്റെ അർത്ഥം ഹല്ലേലൂയ, അത് 600 പ്രാവശ്യം എടുത്തു പറയാനുള്ള കാരണം എൻ്റെ കർത്താവ് മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രത്യാശയോടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ പ്രത്യാശ, നമ്മൾ പിടിച്ചു വച്ചിരിക്കുന്ന ഈ വലിയ രക്ഷ, ആമേൻ, അത് ഹല്ലേലൂയ അതിശ്രേഷ്ഠമാണ്. ആമേൻ, നാം ഭാഗ്യവാന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 600 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഈ കർത്താവിൻ്റെ വരവിനെ തിരുവെഴുത്ത് 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആമേൻ, 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ട് 7 വരെയുള്ള വാക്യങ്ങൾ.
പ്രിയമുള്ളവരെ, ആ ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് രണ്ടാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം രണ്ടിനാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളെ പരമാർത്ഥ മനസ്സുണർത്തുന്നു. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷം അറിഞ്ഞുകൊള്ളുവിൻ. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ 2 ദിവസത്തെ മെസ്സേജിൻ്റെ താക്കോൽ വാക്യം ഇതാണ്. ആമേൻ. നമ്മൾ ഈ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം മൊത്തം നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ആമേൻ, അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞതും വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും. അപ്പം കർത്താവായ യേശുക്രിസ്തു അതിൻ്റെ താഴോട്ട് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചാണ്. ആമേൻ. അതാ അവിടെ പറയുന്നു അവൻ്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം എവിടെ. അതുപോലെ തന്നെ ലാസ്റ്റ് പറയുന്നു ഭക്തികെട്ട മനുഷ്യൻ്റെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവൻ മനസ്സോടെ മറന്നു കളയുന്നു. അവർ മനസ്സോടെ മറന്നു കളയുന്നു. അപ്പം ഇവിടെ അതിന് താഴോട്ട് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചാണ്. അപ്പോൾ ഈ 600 ഭാഗത്തെ 4 തിരിച്ചിരിക്കും. 4 ഘട്ടങ്ങളായിട്ട് തിരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്ന്, ഇവിടെ പറഞ്ഞ് നമ്മൾ വായിച്ചതുപോലെ പ്രവാചകന്മാരുടെ സാക്ഷ്യം, 2-ാം വരവിനെ കുറിച്ചുള്ള പ്രവാചകന്മാരുടെ സാക്ഷ്യം. 2, കർത്താവിൻ്റെ സാക്ഷ്യം. 3, അപ്പോസ്തലൻ സ്വർഗീയൻ്റെ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ സാക്ഷ്യമാണ്. ഇനി ഒരു ഭാഗം കൂടെ ഉണ്ട്, സ്വർഗീയൻ്റെ സാക്ഷ്യം. അങ്ങനെ 4 സാക്ഷ്യങ്ങളായിട്ടാണ് കർത്താവിൻ്റെ വരവിനെ ഈ വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം എന്താണ് സാക്ഷ്യമെന്ന് പറയുന്നത്? നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. സ്തോത്രം. ആവർത്തന പുസ്തകം 19-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. മനുഷ്യൻ ചെയ്യുന്ന യാതൊരു അകൃത്യത്തിനോ പാപത്തിനോ അവന്റെ നേരെ ഏകസാക്ഷി നിൽക്കരുത്. 2 or 3 സാക്ഷികളുടെ വാമൊഴിമേൽ കാര്യം ഉറപ്പാക്കണം. 2 or 3 സാക്ഷികളുടെ വാമൊഴിമേൽ വാമൊഴിയാൽ കാര്യം. ഈ നിയമം തന്നെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഈ നിയമം തന്നെയാണ് ഇന്ന് ലോകം കൊണ്ട് നടക്കുന്നത്. ഇന്ന് കോടതികളിലെല്ലാം ഒരാളെ കൊണ്ട് ചെന്ന് നമുക്ക് സാക്ഷി ചെയ്യാൻ പറ്റത്തില്ല. 2 പേര് വേണം, അല്ലെങ്കിൽ 3 പേര് വേണം. ഈ കൽപ്പനകളാണ് ഇന്ന് ലോകം അനുസരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ, ഈ 2 or 3 കാര്യത്താൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാമെങ്കിൽ 600 പേരുടെ സാക്ഷ്യമുള്ള 600 സാക്ഷ്യങ്ങൾ പറയുന്ന കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നമ്മൾ ഉറപ്പായിരിക്കണം. അപ്പോൾ അത് നിശ്ചയമല്ലേ? ഒരു ദൈവ പൈതലിന് ഉറപ്പായിട്ട് പറയാം, എൻ്റെ കർത്താവ് മടങ്ങി വരും, എൻ്റെ കർത്താവ് കടന്നു വരും. കാരണം 1 or 2 പേരല്ല പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്തിൽ 600 സാക്ഷ്യങ്ങൾ വിളിച്ചു പറയുകയാണ്, അവൻ മേഘാരൂഢനായി വരും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ. നമുക്ക് താഴോട്ട് ചിന്തിക്കാം. ആമേൻ. ഒന്നാമത് പ്രവാചക സാക്ഷ്യങ്ങൾ, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവാചക സാക്ഷ്യങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? ഈ പ്രവാചക സാക്ഷ്യത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പഠിക്കുന്ന ഒരു വാക്യമുണ്ട്. 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ. 2 പത്രോസ് 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ. പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം അതായത് കർത്താവായ യേശുക്രിസ്തു കടന്നു വരികയും ചെയ്യുമ്പോൾ
ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. ആമേൻ, ഹല്ലേലൂയ. ആ വാക്യത്തെ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. ഇരുണ്ട സ്ഥലം എന്ന് പറയുന്നത് പാപത്താൽ നിറഞ്ഞ ഈ ഇരുണ്ട ലോകമാകുന്നു. ഇവിടെയുള്ള പ്രകാശം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അവിടെ പറയുന്നു ഉദയനക്ഷത്രം ഉദിക്കുന്നത് വരെയും ഹല്ലേലൂയ ഇരുണ്ട പ്രദേശത്ത് പാർക്കുന്ന കർത്താവിൻ്റെ വെളിച്ചം അവൻ വെളിച്ചമാകുന്നു. ആ വെളിച്ചം പ്രാപിച്ച നമ്മൾ, ആമേൻ, ഹല്ലേലൂയ, ഈ പ്രവാചകന്മാരുടെ വാക്കുകളെ വിശ്വസിക്കണം. എന്താ അവർ പറഞ്ഞേ? ഉദയ നക്ഷത്രം ഉദിക്കുമെന്ന്, കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന്. അതാണ് ഈ പ്രവാചക സാക്ഷ്യത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് ഹല്ലേലൂയ താഴോട്ട് ചിന്തിക്കാം. നിങ്ങൾക്കറിയാമോ, ഉൽപ്പത്തി പഴയ നിയമത്തിൽ ആദ്യമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് പ്രവചിച്ച വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആമേൻ, ഹല്ലേലൂയ. വിശുദ്ധ വചനം പറയുന്നു അത് ഹാനോക്കാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് ആദ്യമായി പ്രവചിച്ച വ്യക്തി ഹാനോക്കാണ്. പക്ഷേ ഇത് പഴയ നിയമത്തിലല്ലേ ഇത് പറഞ്ഞിരിക്കുന്നത്? യൂദയുടെ ലേഖനം ഒന്ന് എടുക്കാമോ? പുതിയ നിയമത്തിൽ യൂദയുടെ ലേഖനം എടുക്കുമ്പോൾ ഹല്ലേലൂയ, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള പ്രവാചക സാക്ഷ്യത്തിലെ ആദ്യത്തെ സാക്ഷ്യം ഹാനോക്ക് പറയുന്നതായി നമുക്ക് കേൾക്കാം. യൂദയുടെ പുസ്തകം അതിൻ്റെ 14-15 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. 14-15 വാക്യങ്ങൾ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തം ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്താനും ആയിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യമായിട്ട് ഹാനോക്ക് പ്രവചിക്കുകയാണ്, 1000 വിശുദ്ധന്മാരോടുകൂടെ എൻ്റെ കർത്താവ് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇനിയും ഈ 600 സാക്ഷ്യങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, പഴയ നിയമത്തിൽ 282 പ്രാവശ്യം പഴയ നിയമത്തിലും 318 പ്രാവശ്യം പുതിയ നിയമത്തിലും, അങ്ങനെ 600 പ്രാവശ്യമാണ് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 282 പ്രാവശ്യം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ വരവിനെ കുറിച്ചാണ്. ആമേൻ. ദൈവവചനം ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ 2 ഘട്ടങ്ങളായിട്ടാണ് പഠിക്കുന്നത്. ഒന്ന് രഹസ്യവരവ്, പരസ്യവരവ്, അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷത, മേഘപ്രത്യക്ഷത. ഇങ്ങനെ രണ്ട് കർത്താവിൻ്റെ വരവിന് 2 ഘട്ടങ്ങളുണ്ട്. ആമേൻ. അതേക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഈ പഴയ നിയമം മുഴുവനും ഈ രണ്ടാമത്തെ വരവിലെ രണ്ടാമത്തെ ഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് യഹൂദന്മാരെ സ്വീകരിക്കാൻ വേണ്ടി വരുന്ന കർത്താവിനെ കുറിച്ചാണ് പഴയ നിയമം മുഴുവനും പറയുന്നത്. പുതിയ നിയമത്തിൽ മാത്രമാണ് രഹസ്യ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ഇവിടെ ഈ ഹാനോക്ക് വിളിച്ചു പറയുകയാണ്, 1000 വിശുദ്ധന്മാരുമായി എൻ്റെ കർത്താവ് വരും. ആ വിശുദ്ധന്മാർ ആരാന്നറിയോ? അവിടെ പറഞ്ഞിരിക്കുന്ന 1000 വിശുദ്ധന്മാർ, അത് പുതിയ നിയമസഭയാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ സഭയാവുന്ന ദൈവത്തിൻ്റെ മണവാട്ടിയത്. അവരോടൊപ്പം കർത്താവ് രണ്ടാമത് വരുന്ന ഒരു കാഴ്ചയാണ് ഹാനോക്ക് തൻ്റെ ദീർഘ വീക്ഷണത്തിൽ അവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ആ 1000 വിശുദ്ധന്മാരുമായി വരുന്ന ഹാനോക്ക് സാക്ഷ്യപ്പെടുത്തിയ ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവവൈതലേ, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. വീണ്ടും താഴോട്ട് പഠിക്കുമ്പോൾ ഹല്ലേലൂയ, പൂർവ്വപിതാക്കന്മാരുടെ സാക്ഷ്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പൂർവ്വപിതാക്കന്മാരുടെ സാക്ഷ്യം എന്ന് പറയുന്നത് എബ്രായ ലേഖനം ഒന്ന് എടുക്കാൻ പറ്റും. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളൊന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ.
വിശ്വാസത്താൽ ആമേൻ. അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് ആമേൻ. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും. ആമേൻ. കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ആമേൻ വിശ്വാസത്താൽ അബ്രഹാം താൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ. അതാണ് ഇന്നലെ സങ്കീർത്തനം പ്രബോധിപ്പിച്ചപ്പോൾ നമ്മൾ അതിനകത്തൊരു വാക്യം വായിച്ചായിരുന്നു. ദാവീദ് പറയുന്ന 39:12 വാക്യത്തിൽ വായിക്കേണ്ട, അന്യനും പരദേശിയുമായ. അത് അബ്രഹാം പഠിപ്പിച്ച ആ കാര്യങ്ങൾ ഏറ്റെടുത്ത പിൻതലമുറക്കാരായ ദാവീദ് പറഞ്ഞതാണ്, ഞങ്ങളും അന്യരും പരദേശികളുമാണെന്ന്. ഇവിടെ അബ്രഹാം പറയാണ്, ഞങ്ങളിവിടെ അന്യരാണ്, ഞങ്ങൾക്കൊരു വാഗ്ദത്ത ദേശമുണ്ട്. ആമേൻ. അതിൻ്റെ 10ാമത്തെ വാക്യം ഒന്ന് എടുത്തേ. 10ാമത്തെ വാക്യം, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി ഹല്ലേലൂയ. ദൈവം ശില്പിയായി, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ അബ്രഹാമും ആമേൻ ഹല്ലേലൂയ, ആ മകനായ ഇസഹാക്കും കൊച്ചുമകനായ യാക്കോബും, അവർ 3 പേരും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ആമേൻ യഹോവയുടെ വരവിന് വേണ്ടി ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ആ നഗരത്തിന് വേണ്ടി കാത്തിരുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുമ്പോൾ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ആമേൻ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാം ഹല്ലേലൂയ തൻ്റെ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നത് പോലെ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ അവന് വേണ്ടി നോക്കി ജീവിക്കുന്ന ആ സ്വർഗത്തിൽ ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ച് സ്വർഗത്തിലേക്ക് നോക്കി കണ്ണു നട്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലേ, നമുക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ആ നഗരം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. ആ നഗരത്തിലേക്ക് പോകുവാൻ ഹല്ലേലൂയ ഒരുക്കമുള്ളവരായി, നമ്മളെ തന്നെ വിശുദ്ധിയോടെ നിലനിർത്തുന്നവരായി ഈ നാളുകളിൽ നമ്മൾ മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ആമേൻ ഹല്ലേലൂയ, ഈ വിശുദ്ധന്മാർ, ഇത്രയും നല്ല വിശുദ്ധന്മാർ, വിശ്വാസത്തിൻ്റെ നമ്മൾ പഴയ നിയമം പഠിച്ചാൽ വിശ്വാസത്തിൻ്റെ ഒരു ഉറവിടം അല്ലെങ്കിൽ വിശ്വാസം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ പഴയ നിയമം പഠിക്കണം. അത്രയും നല്ല വിശുദ്ധന്മാരുള്ള ഈ പഴയ നിയമ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു വന്നില്ല? ആമേൻ ഹല്ലേലൂയ. അതിനൊരു കാരണമുണ്ട്. ആ അധ്യായം തന്നെ ലാസ്റ്റ് 39 ഒന്ന് വായിക്കാമോ? 39ാമത്തെ വാക്യം. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു, വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. എന്നാൽ അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. കാരണം എന്താണെന്ന് അറിയോ? അതിന്റെ തൊട്ട് വാക്യം ഒന്ന് വായിച്ചേ. 40ാമത്തെ വാക്യം. അവർ നമ്മെ കൂടാതെ ആരാണെന്നറിയോ? ഞാനും നിങ്ങളും. നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും മുൻകരുതിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസത്തിന്റെ ഉറവിടമായ, വിശ്വാസത്തിന്റെ മൂർത്തിഭാവങ്ങളായ പഴയ നിയമ വിശുദ്ധന്മാർ അവിടെ ഉള്ളപ്പോൾ അവരുടെ കാലത്ത് കർത്താവായ യേശുക്രിസ്തു വരാതിരുന്നതിന് കാരണം എന്ന് പറയുന്നത്, അമ്മ അങ്ങ് നിത്യതയിൽ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ ആ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നുള്ള. ആമേ, അതുകൊണ്ടാണ് പറയുന്നത് അവൻ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത്, ഏറ്റവും ശ്രേഷ്ഠമായത്, ആമേൻ, കർത്താവായ യേശുക്രിസ്തു എന്ന നാമമുള്ള ഹല്ലേലൂയ ഏറ്റവും നല്ല ആ ഒരു സമ്പത്തിനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കേവലം പുഴുക്കളായ ഹല്ലേലൂയ ഇന്ന് കിളിർത്ത് നാളെ വാടിപ്പോകുന്ന പുല്ലിനോട് സമമുള്ള എനിക്കും നിങ്ങൾക്കും വേണ്ടി ഹല്ലേലൂയ ഏറ്റവും നല്ലതൊന്ന് സ്വർഗം കരുതിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം എത്ര ആഴമാണെന്ന് ഈ രാത്രികാലം ഒന്ന് ചിന്തിച്ചു നോക്കൂ ദൈവമക്കളെ. നമ്മെ സ്വീകരിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മളെ കൊണ്ടുപോകുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് വരുന്ന അരുമനാഥൻ നമുക്ക് വേണ്ടി മുൻകരുതി വെച്ചിരുന്നത്. ആമേൻ ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും നല്ലത് കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് ലഭിച്ചു. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ഇനിയും ലോകം കണ്ടതിൽ വെച്ച്, വിശുദ്ധ വേദപുസ്തകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് പറയുന്നത് മോശയാണ്. അവൻ ദൈവം പോലും സാക്ഷ്യം പറഞ്ഞ, ഇവനെ പോലെ സൗമ്യനെ ഞാൻ വേറെങ്ങും കണ്ടിട്ടില്ല എന്ന് ദൈവം പോലും സാക്ഷ്യം പറഞ്ഞ ഒരു മനുഷ്യൻ. ഹല്ലേലൂയ.
ആമേൻ ഇസ്രയേൽ അടിമത്തത്തിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ എല്ലാ ആൺകുട്ടികളെയും അവിടുത്തെ രാജാവായ ഫറവോൻ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആമേൻ അമ്രാം എന്നും യാബോക്ക് എന്നുമുള്ള ദമ്പതികൾക്ക് ജനിച്ച ആ അതിസുന്ദരനായ മോശയെ 3 മാസം അവർ ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷം അവിടെ അതിന് സാധിക്കാത്തത് കൊണ്ടൊരു ഞാങ്ങണപ്പെട്ടിയിലാക്കി നൈൽ നദിയിൽ കളഞ്ഞു. ആമേൻ. എന്നാൽ ഹല്ലേലൂയ ഫറവോന്റെ പുത്രി അവിടെ കുളിക്കാൻ വന്നപ്പോൾ ആ കുഞ്ഞിനെ കണ്ട് ഇഷ്ടപ്പെട്ട് രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി 40 വർഷം രാജകൊട്ടാരത്തിൽ വസിച്ചു. രാജകൊട്ടാരത്തിലെ സകല വിദ്യാഭ്യാസവും സകല സമ്പത്തും അനുഭവിച്ചുകൊണ്ട് 40 വർഷം അവിടെ കഴിഞ്ഞു. അതിനുശേഷം അടുത്ത 40 വർഷം മിദ്യാനിൽ, അതായത് അതിന് കാരണമെന്ന് പറയുന്നത് അവിടെ ഒരു മിസ്രൈമൻ അടിക്കുന്നത് കണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഓടിച്ച് പറഞ്ഞ് ഞാൻ പോകുക. അടിക്കുന്നത് കണ്ടിട്ട് ആമേൻ അവനെ അടിച്ചു കൊന്ന് അത് ഭയന്നിട്ട് ഫറവോനെ ഭയന്നിട്ട് മിദ്യാനിലേക്ക് ഓടി. അവിടെ ചെന്ന് സിപ്പോരെ വിവാഹം കഴിച്ച് അവിടെ ഹല്ലേലൂയ അവൻ്റെ അമ്മായപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ട് 40 വർഷം അവിടെ ചെലവിട്ടു. അങ്ങനെ ആ 40 വർഷത്തിൻ്റെ ഒടുവിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ അവിടെ തീയിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷത ഉണ്ടായി. ആമേൻ. അങ്ങനെ അവനോട് പറഞ്ഞു, പോവുക, എൻ്റെ ജനം അവിടെ നിലവിളിക്കുന്നവരെ വീണ്ടെടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വന്നു. ആമേൻ. 10 ബാധകൾക്കൊടുവിൽ ആമേൻ വീണ്ടെടുത്തുകൊണ്ട് ആമേൻ അടുത്ത 40 വർഷം മരുഭൂമിയുടെ വാഗ്ദത്ത ദേശമായ കനാൻ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര. ആമേൻ. ഈ യാത്രയിൽ, ഈ 40 വർഷത്തെ യാത്രയിൽ മോശയ്ക്ക് ഹല്ലേലൂയ ഉണ്ടായ പ്രത്യാശ എൻ്റെ കർത്താവ് മടങ്ങി വരും എന്നുള്ളതായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് മടങ്ങി വരും, ഞാൻ അവനോട് കൂടെ വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ മോശയുടെ ഒരു വാക്യം ഒന്ന് വായിക്കാമോ? ആവർത്തന പുസ്തകം, മോശയുടെ സാക്ഷി നമുക്കൊന്ന് കേൾക്കാം. ആമേൻ. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 26-ാമത്തെ വാക്യം. യേശൂരിന്റെ ദൈവത്തെ പോലെ ആമേൻ ഒരുത്തനുമില്ല. പ്രൈസ് ദി ലോർഡ്. യേശൂരിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശൂരിന്റെ ദൈവത്തെ പോലെ. ആമേൻ. ഹല്ലേലൂയ. യേശൂർ എന്ന ഈ ഭാഗം ഞങ്ങളുടെ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ക്ലാസ്സിൽ ഓൺലൈനിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഈ വാക്യം വന്നപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചു, ഈ യേശൂർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അപ്പം സാറ് പറഞ്ഞു, ഇസ്രായേൽ എന്നാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഇസ്രായേൽ എന്നല്ല, ബി ലവ്ഡ് വൺ, പ്രിയപ്പെട്ടവർ എന്നർത്ഥം വരുന്ന പദമാണ്. അത് പുതിയ നിയമത്തിൽ എഫേസ്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രിയമക്കൾ എന്ന പോലെ ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഇതിൻ്റെ പഴയ നിയമത്തിലെ പദമാണ് യേശൂർ എന്നുള്ള വാക്ക്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ പ്രിയ മക്കളാകുന്ന നമ്മളെ ചേർക്കുവാൻ, ആമേൻ ഹല്ലേലൂയ, പ്രിയ മക്കളാകുന്ന നമ്മളെ ചേർക്കുവാൻ ആകാശത്തിലൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ മോശ ആ ദർശനത്തിലൂടെ കാണുകയാണ് യേശൂരിൻ്റെ ദൈവം. ആമേൻ. ആമേൻ. തൻ്റെ സ്വന്തം ജാതിയെ സ്നേഹിക്കുന്ന, പ്രിയപ്പെട്ട തൻ്റെ മക്കളെ പോലെ സ്നേഹിക്കുന്ന ആ ദൈവം മേഘാരൂഢനായി വരുന്ന കാഴ്ച മോശ അവിടെ കാണുകയാണ്. അതുമാത്രമല്ല ഹല്ലേലൂയ, സങ്കീർത്തന പുസ്തകങ്ങളിലെ ആദ്യത്തെ സങ്കീർത്തനം ഏതാണെന്ന് അറിയാമോ? സങ്കീർത്തനങ്ങൾ ആദ്യത്തെ സങ്കീർത്തനം, ആദ്യം എഴുതിയ സങ്കീർത്തനം. ആമേൻ. അത് മോശ എഴുതിയ 90-ാമത്തെ സങ്കീർത്തനമാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ സങ്കീർത്തനം. നമ്മൾ ഒരുപക്ഷെ നമ്മൾ ചാടിക്കേറി പറയാം 1-ാം സങ്കീർത്തനമാണ്. അല്ല, അത് സെപ്റ്റുവജൻ്റ് പരിഭാഷ നടത്തിയപ്പോൾ അവർ ആ 70 ശാസ്ത്രിമാർ അതിനെ ക്രമീകരിച്ചതാണ്. ആദ്യം വേദപുസ്തകത്തിൽ എഴുതിയ പുസ്തകം എന്ന് പറയുന്നത് യോബിൻ്റെ പുസ്തകമാണ്. പക്ഷേ അത് ആദ്യമല്ല കൊടുത്തിരിക്കുന്നത്, ആദ്യം കൊടുത്തിരിക്കുന്നത് ഉൽപ്പത്തിയാണ്. ആമേൻ ഹല്ലേലൂയ. അതിൻ്റെ വിഷയ ക്രമീകരണം അനുസരിച്ച് അത് കൊടുത്തതാണ്. ഇവിടെ ആദ്യത്തെ സങ്കീർത്തനത്തിൽ എഴുത്തുകാരനായ മോശ പറയുന്നൊരു വാക്യമുണ്ട്. 90-ാം സങ്കീർത്തനം അതിൻ്റെ 13 മുതൽ താഴോട്ട് 15 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാമോ? യഹോവേ മടങ്ങി വരണമേ, യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം, എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ. മനസ്സിലെ ആഗ്രഹത്തെ പറയാം, കാണാനുള്ള വാഞ്ചയെ പറയാം, എന്നോടൊന്ന് സഹതാപം തോന്നണമേ, ഒന്ന് മടങ്ങി വരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. ആമേൻ. കാലത്തു തന്നെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് മോശയുടെ ഒരു ഹല്ലേലൂയ ആമേൻ സാക്ഷ്യമാണ്. ആമേൻ ഹല്ലേലൂയ. ഇനിയും
ആമേൻ ദാവീദ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഞാൻ വേഗത്തിൽ നിർത്താം. ദാവീദ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. പഴയ നിയമ പ്രവാചകന്മാരിൽ ദാവീദ് പറയുന്ന ഒരു സാക്ഷ്യം. സങ്കീർത്തനം 110:3 വായിക്കാമോ? ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നിന്റെ സേനാദിവസത്തിൽ ആമേൻ നിന്റെ ജനം നിനക്ക് സ്വമേധാനമായിരുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടി ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞു നിനക്ക് വരുന്നു. വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടു കൂടെ ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞു നിനക്ക് വരുന്നു. നിന്റെ സേനാ ദിവസത്തിൽ കർത്താവായ യേശുക്രിസ്തു ആമേൻ അവിടെ ദാവീദ് കാണുന്ന ആ വരവിനെ കുറിച്ച് കാണുന്ന ആ സാക്ഷ്യം, ആ ദർശനം എന്താണെന്നറിയോ? അവൻ്റെ സേനാ ദിവസത്തിങ്കൽ ആമേൻ സകലരും ആമേൻ ഹല്ലേലൂയ വയസ്സായി മരിച്ചവരും അസുഖം വന്ന് മരിച്ചവരും യൗവന ശിശുക്കളും മധ്യവയസ്കരും ആമേൻ സമുദ്രത്തിൽ മരിച്ചവരും ആമേൻ ആകാശത്ത് വെച്ച് മരിച്ചവരും വനത്തിൽ വെച്ച് മരിച്ചവരും തീയിൽ വെന്ത് മരിച്ചവരും അങ്ങനെ ഇവരെല്ലാവരും യുവാക്കൾ. അത് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ മൃദുലമായ ആമേൻ ശരീരമുള്ള യുവാക്കളെ പോലെ 33 തിരുവയസ്സിൽ യേശുക്രിസ്തു മരിച്ചതുപോലെ ആമേൻ ആ ഒരു യുവത്വം തുളുമ്പുന്ന ശരീരത്തോടുകൂടെ അവർ ഉയർത്തെഴുന്നേറ്റ് മണവാളനായി സ്വീകരിക്കാൻ വരുമെന്നുള്ള ദർശനം അവിടെ ഹല്ലേലൂയ നമ്മുടെ ദാവീദ് കാണുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നമ്മുടെ ഈ മൺമയമാകുന്ന ഈ ശരീരം വിൺമയമാകുന്ന ഒരു കാലമുണ്ട്. ആമേൻ. നമ്മൾ ഹല്ലേലൂയ വിവിധ നിറത്തിലും വർണ്ണത്തിലും ഹൈറ്റിലും വെയിറ്റിലും ഒക്കെ ആയിരിക്കാം. പക്ഷേ ആ കാഹളം കേൾക്കുന്ന ആ നാൾ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടു കൂടെ ഉഷസ്സിൻ്റെ ഉദരത്തിൽ ഹല്ലേലൂയ യുവാക്കളായ മഞ്ഞ് നിനക്ക് വരും എന്ന് പറയുന്നത് പോലെ ഹല്ലേലൂയ ആ സേനാ ദിവസത്തിൽ നമ്മളെല്ലാം പുതു ശരീരം പ്രാപിച്ചുകൊണ്ട് ആ പ്രത്യാശയുടെ തീരത്തെ അണയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇനിയും യോബിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. അത് 19-ാം അധ്യായത്തിൽ, പക്ഷേ അത് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. യോബ് 19-25-26 വാക്യങ്ങൾ. അതിൻ്റെ തൊട്ട് താഴെ യെശയ്യാവ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് യെശയ്യാവ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. 40-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എന്തുകൊണ്ടാണ് യേശു വരുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ. യേശു ക്രിസ്തു രണ്ടാമത് മടങ്ങി വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുന്ന ഒരു ഭാഗം. ആമേൻ. ഇതാ യഹോവയായ കർത്താവ് ആമേൻ ബലശാലിയായി വരുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതാ ബലശാലിയായ കർത്താവ് വരുന്നു. അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണ് അവിടെ? 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. കർത്താവ് കൊണ്ടുവരുന്ന 2 കാര്യങ്ങൾ. ഒന്ന് കൂലിയും, 2 പ്രതിഫലവും. എന്താണ് കൂലിയും പ്രതിഫലവും? പ്രൈസ് ദി ലോർഡ്. നമുക്കതിനൊരു ഉദാഹരണം പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. ആമേൻ. 3-ാം മണി നേരത്തും 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ആമേൻ യജമാനൻ തൻ്റെ വേലക്കാരെ ജോലി ചെയ്യാൻ വിളിച്ചു. അവർ കടന്നു വന്നു, അവർ ജോലി ചെയ്തു. അവർക്ക് ശമ്പളം കൊടുത്തപ്പോൾ ഒരുപോലെ ശമ്പളം കൊടുത്തു. അപ്പോൾ നേരത്തെ വന്നവൻ പറഞ്ഞു, അതെന്നാ പണിയാണ് നിങ്ങൾ കാണിച്ചത്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തേ? അപ്പോൾ യജമാനൻ പറഞ്ഞു, അത് എൻ്റെ ഇഷ്ടമാണ്. ആമേൻ, അതെൻ്റെ ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അത് കൂലി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. 20 വർഷത്തിന് മുമ്പ് രക്ഷിക്കപ്പെട്ടാലും ഇന്നലെ രക്ഷിക്കപ്പെട്ടാലും കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി വിശുദ്ധിയോടും വേർപാടോടും നിന്ന ആ സ്വർഗരാജ്യത്തിൽ പോകാൻ നമുക്ക് പറ്റും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പ്രതിഫലം എന്ന് പറയുന്നത് ഈ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ആമേൻ അവന് വേണ്ടി പ്രവർത്തിച്ച് ആത്മാക്കളെ നേടി അവന് വേണ്ടി ദൈവത്തിൻ്റെ വചനം സംസാരിച്ച് ദൈവത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കുന്നവന് ഞാൻ പ്രതിഫലം കൊടുക്കും. അത് വേറെ, അത് കിരീടങ്ങളാണ്. ആമേൻ. വെറും കൂലി വാങ്ങിച്ചുകൊണ്ട് ലജ്ജയുള്ളവരായി മാറാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചത്. ആ പ്രതിഫലം കൈപ്പറ്റുന്നവരായി, ആ കിരീടങ്ങൾ കൈപ്പറ്റുന്നവരായി ദൈവത്തിന് വേണ്ടി എരിവോടെ നിൽക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവമേ എനിക്ക് ആ പ്രതിഫലം വേണമെന്നുള്ള വാഞ്ചയോടുകൂടെ ഈ നാളുകളിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാമെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ആമേൻ, ഹല്ലേലൂയ. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇരമ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ഇരമ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇരമ്യാവിൻ്റെ പുസ്തകം
23-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. യേശു ക്രിസ്തു എങ്ങനെ വരുന്നു, ആമേൻ, ആമേൻ, എങ്ങനെ വരുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. ആമേൻ. നീതിയുള്ള ഒരു മുളയായി യേശു ക്രിസ്തു കടന്നു വരുന്ന ഒരു കാലം. ആമേൻ. കാരണം നമുക്കറിയാം അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദാവീദിന്റെ വംശാവലിയിൽ യേശുക്രിസ്തു ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇപ്പോൾ സ്വർഗത്തിലായിരിക്കുന്നു. പക്ഷെ ഇനിയും നീതിയുള്ള ആ ദാവീദിന്റെ നീതിയുള്ള മുളയായി അവൻ വരുന്ന രാജാവായി വരും. എന്തിനാണെന്നറിയോ? ഈ ദേശത്ത് നീതിയും ന്യായവും നടത്തുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. നീതിയും ന്യായവും ഈ ദേശത്ത് നടത്തുവാൻ വേണ്ടി ആ ദാവീദിന്റെ മുളയായവൻ, ഹല്ലേലൂയ, അവൻ രാജാവായി ഇനി കടന്നു വരും. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. താഴോട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, യേശു ക്രിസ്തു വരുന്ന വഴി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. യേശു ക്രിസ്തു തൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ കടന്നു വരുന്ന ആ പരസ്യ വരവിൽ കടന്നു വരുന്ന വഴി എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. യെഹെസ്കേലിൻ്റെ പുസ്തകം, അതിനെക്കുറിച്ച് യെഹെസ്കേൽ പ്രവാചകൻ പറയുകയാണ്. ആമേൻ. 43-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടൊന്ന് വായിക്കാമോ? യെഹെസ്കേൽ 43-ന്റെ. അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുചെന്നു. ആമേൻ. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നത്, ആമേൻ, ഇസ്രായേലിലുള്ള യെരുശലേമിൻ്റെ മതിലുകളിൽ. ആമേൻ. ഇപ്പോഴും ആ മതിൽ അവിടെ ഉണ്ട്. അതിന് ഏകദേശം 10 വാതിലുണ്ടെന്ന് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലെ 9 വാതിലുകളും തുറന്നു കിടക്കുകയാണ് ഇപ്പോഴും. പക്ഷേ കിഴക്ക് വാതിൽ അത് അടഞ്ഞു കിടക്കുകയാണ്. അതിനൊരു റീസണുണ്ട്, ഒരു പ്രവചനമുണ്ട്. ഒന്ന് വായിക്കാമോ? 44-ന്റെ 2 ഒന്ന് വായിക്കാമോ? അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിട്ടിരിക്കണം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നത് കൊണ്ട് അത് അടച്ചിരിക്കണം. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത്, ആമേൻ, കുരിശും ചുമന്നുകൊണ്ട് ഈ കിഴക്ക് വാതിലിൽ കൂടെ അകത്തേക്ക് പോയപ്പോൾ അവിടെയുള്ള ഒരു റബി ഓടി വന്നിട്ട്, ആമേൻ, ചരിത്രം പറയുന്നത്, ആ റബി വന്നിട്ട് ആ വാതിൽ വലിച്ചടച്ച് അത് പൂട്ടി, ശപിക്കപ്പെട്ടവൻ കടന്നുപോയ ഈ വാതിലിലൂടെ ഇനി ആരും പ്രവേശിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ വാതിൽ പൂട്ടി താക്കോൽ ദൂരേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നു. ഇത് പക്ഷേ അതിനു മുൻപേ യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞിരുന്നു, ഹല്ലേലൂയ, ആ വാതിൽ അടയ്ക്കപ്പെടുമെന്നേക്കുമായി, അതിലൂടെ ദൈവപുത്രൻ കടന്നു പോകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഇന്ന് ഈ നിമിഷം, ഞാൻ ഈ പ്രസംഗിക്കുന്ന നിമിഷം വരെയും ആ കിഴക്ക് വാതിലൂടെ ആരും കടന്നു പോയിട്ടില്ല. ആമേൻ. ഏകദേശം 1600-ലാണെന്ന് തോന്നുന്നു, ഒരു മുസ്ലിം രാജാവ് ആ കോട്ട തകർക്കുവാൻ വേണ്ടി അവിടെ ചെന്നു. അദ്ദേഹം അത് തകർക്കുവാൻ ശ്രമിക്കുന്ന നിമിഷത്തിൽ അദ്ദേഹത്തിന് ഭയം, ഭീതിയും വന്ന് ഒരു ഭ്രാന്തനെ പോലായിട്ട് ഭയന്നിട്ട് അദ്ദേഹം തൻ്റെ പദ്ധതി ഉപേക്ഷിക്കുകയും, അതുമാത്രമല്ല ഒരു ഉറപ്പുള്ള മറ്റൊരു വാതിൽ കൊണ്ട് അതിൻ്റെ ഒരു സുരക്ഷിതത്വം കൊടുത്തിട്ട് പറഞ്ഞു, ഇതാരും പൊളിക്കരുതെന്ന് പറഞ്ഞിട്ട് ആ രാജാവ് മടങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ എന്താണെന്നറിയോ? ദൈവം പറഞ്ഞിട്ടുണ്ട്, ആ വാതിൽ ആരും തുറക്കത്തില്ല. ആ വാതിൽ കാരണം എന്താണെന്നറിയോ? ആ വാതിലൂടെ എൻ്റെ കർത്താവ് തൻ്റെ ദൂതന്മാരുമായി കടന്നു വരുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ നാളുകൾക്ക് വേണ്ടി ഹല്ലേലൂയ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാം. അതിൻ്റെ ആ ഒരു ഭാഗത്ത്, ആ വരുന്നൊരു രംഗത്തെക്കുറിച്ച് സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 24 സങ്കീർത്തനം ഒന്ന് എടുക്കാമോ? ആ വാതിലുകളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. 24:7 മുതലൊന്ന് വായിക്കാമോ? സ്തോത്രം.
വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. ആമേൻ. പണ്ടേയുള്ള കഥകളെ എന്റെ ഉയർത്തിരിപ്പിൻ. കർത്താവ് കടന്നു വരുമ്പോൾ അവിടെ പറയാ, സങ്കീർത്തനക്കാരൻ അത് കണ്ടുകൊണ്ട് ദർശിച്ചുകൊണ്ട് എഴുതിയ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവിതാ പ്രവേശിക്കുകയാ. ഹല്ലേലൂയാ, സ്തോത്രം. മഹത്വത്തിന്റെ രാജാവ് ഇതുവരെ ആരും കടക്കാത്ത കിഴക്കേ വാതിൽ തുറന്നുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുന്ന നാളുകൾ ഇതാ വിദൂരമല്ല. ദൈവമക്കളെ, വിശുദ്ധിയിലും വേർപാടിലും അവന് വേണ്ടി ജീവിക്കുന്നവരെ അവനോടൊപ്പം സ്വീകരിക്കുവാൻ എന്റെ കർത്താവ് മടങ്ങി വരുന്ന ദിവസങ്ങൾ വിദൂരമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. സമയം പോയതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. സത്യം പറഞ്ഞാൽ നാളെ കൊണ്ട് തീരുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് 2 ഭാഗം എടുക്കാൻ വേണ്ടി വന്നതാണ്. ഒന്ന് കർത്താവിൻ്റെ പ്രവാചകന്മാരുടെ സാക്ഷ്യവും, 2 കർത്താവിൻ്റെ സാക്ഷ്യവും. പക്ഷേ കർത്താവിൻ്റെ സാക്ഷ്യം നമ്മൾ തൊട്ടിട്ട് പോയില്ല. ആമേൻ, ഹല്ലേലൂയ. അവസാനമായിട്ട് ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ദാനിയേൽ പറഞ്ഞൊരു സാക്ഷ്യം. ദാനിയേൽ 2-ാം അധ്യായം 44-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ദാനിയേൽ 2:44. ഈ രാജാക്കന്മാരുടെ കാലത്ത് ആമേൻ, സ്വർഗസ്ഥനായ ദൈവം ആമേൻ നാളെ നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ദാനിയേൽ കാണുകയാണ്. ദാനിയേൽ 2-ാം വരവിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. ഹല്ലേലൂയ, ദൈവം ഒരു നാളും നശിച്ചു പോകാത്തൊരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് മാത്രമുള്ള ആ രാജ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നേക്കും നിലനിൽക്കുന്ന ആ ദൈവരാജ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ രാജ്യത്തിലേക്ക് കടക്കുവാൻ നമുക്കൊരുങ്ങാം. ഇനി അനവധി കാര്യങ്ങൾ ഏകദേശം എല്ലാ ചെറിയ പ്രവാചകന്മാരും, അതായത് ഹോശയ, എല്ലാ സക്രിയാവും മലാക്കി എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്. ഇനിയും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കർത്താവിൻ്റെ സാക്ഷ്യമുണ്ട്, അത് തൊട്ടിട്ടില്ല. സമയമുണ്ടെങ്കിൽ നമുക്ക് നാളെ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ 4 സാക്ഷ്യങ്ങളൊന്ന് പറയുന്നത്: 1 പ്രവാചക സാക്ഷ്യം, 2 കർത്താവിൻ്റെ സാക്ഷ്യം, 3 സ്വർഗീയ സാക്ഷ്യം, 4 അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം. ഈ അപ്പോസ്തലന്മാരുടെ സാക്ഷ്യത്തിലാണ് നമ്മുടെ രഹസ്യ വരവെന്ന് പറഞ്ഞ് നമ്മൾ അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ആ വിഷയങ്ങളെക്കുറിച്ച് ദൈവം അനുവദിച്ചാൽ നമുക്ക് വരും ദിവസങ്ങൾ ചിന്തിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവവചനത്തെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെ എങ്ങനെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് ദേവദാസൻ അതിമനോഹരമായി ഇന്ന് രാത്രികാലം നമ്മൾ സംസാരിക്കാനിടയായി. പ്രവാചകന്മാർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെ വെളിപ്പെടുത്തിയ ലേഖനങ്ങളെടുത്ത്, അധ്യായങ്ങളെടുത്ത് നമ്മളോട് സംസാരിക്കാൻ ദൈവം സഹായിച്ചു. ഞാൻ ഇവിടെ വചന ദേവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും അധികമായി ഞാൻ സന്തോഷിച്ചൊരു ഭാഗം വേറെ ഒന്നുമല്ല. കർത്താവേ, എനിക്കും ഇത് അറിയുവാനും ഈ കർത്താവിനെ സ്നേഹിപ്പാനും ഈ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും എനിക്ക് നൽകി തന്ന ഭാഗ്യത്തിനായി. ഈ കർത്താവ് ആരാണെന്ന് അറിയണം. കാരണം ഈ കർത്താവ് ആരാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ ഈ വചനത്തിനൊരു മാറ്റമില്ല. ഈ വചനത്തിനൊരു മാറ്റമില്ല. ഈ വചനത്തിൽ ഉവ്വ ഉവ്വ എന്ന് മാത്രമുള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവ് വരും. എൻ്റെ കർത്താവ് വരും തൻ്റെ സ്വന്തം ജനത്തെ ചേർക്കുവാൻ. തനിക്കുള്ളതിനെ ചേർക്കുവാൻ കർത്താവ് വരും. തനിക്കുള്ളതിനെ ചേർക്കുവാൻ കർത്താവ് വരും. അതൊരു മാറ്റവുമില്ല. സ്തോത്രം. അവൻ തനിക്കുള്ളവന് വേണ്ടി കൂലി നൽകി തന്ന്, പ്രതിഫലവും നൽകി തന്ന് നടത്തുന്ന ദൈവമാണ്. കൂലിയും പ്രതിഫലവും അത് വാങ്ങിക്കുവാൻ ഒരുക്കമുള്ളവരാണെങ്കിൽ, കർത്താവേ, ഇതിലൊരു മാറ്റമില്ല അപ്പച്ച, നീ എന്നെ അതിനുവേണ്ടി എന്നും ഒരുക്കിക്കൊണ്ടിരിക്കണം നിൻ്റെ സഭ വരെ. ആമേൻ, സ്തോത്രം.
അത് വേറെ ഒന്നും നമുക്ക് പറയാനില്ല. സ്തോത്രം. ഞാൻ പറയട്ടെ, ഈ വചനം പ്രവചന വചനങ്ങൾ ഇതുവരെയും പൂർത്തീകരിച്ചോ? ഇന്ന് പ്രവാചകന്മാർ എഴുതിവിട്ട വചനം കൃത്യമായി വചനത്തിൽ നിന്ന് വെളിപ്പെടുത്തുവാനിടയായി, അധികാരത്തോടെ വെളിപ്പെടുത്തുവാനിടയായി. ഇന്നലെ ഞാൻ തുടക്കമിട്ടത് കർത്താവ് പറഞ്ഞ വാക്കാ. സ്തോത്രം. ഞാൻ ഭവനമൊരുക്കാൻ പോകുന്നു. എൻ്റെ ബാപ്പൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയായിരുന്നു. ഞാൻ നിങ്ങളെ വന്ന് ചേർത്തു, ഞാൻ നിങ്ങളെ അങ്ങ് കൊണ്ടുപോകും, നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കും. ഇത് കർത്താവ് പറഞ്ഞ വാക്കുകൾ. അടുത്ത ദിവസം ദൈവദാസനും അതിൻ്റെ ഭാഗങ്ങൾ എടുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി, അതിനുവേണ്ടി ഒരുങ്ങുക. കർത്താവിന് വേണ്ടി ഒരുങ്ങുക. എങ്ങനെ ഒരുങ്ങണം, എങ്ങനെ ആയിരിക്കണം എന്ന് ഇനി പുതുതായിട്ടൊന്നും പഠിപ്പിക്കാനില്ല. അറിയുന്നവരാണ്. ദൈവസന്നിധിയിൽ പൂർണ്ണ സമർപ്പണത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. സ്തോത്ര. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഏവരും പ്രാർത്ഥനയായിരിക്കുമ്പോൾ സഹോദരന്മാർ ഒരാൾ ശബ്ദം നിർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഏൽപ്പിക്കുന്ന കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയുടെ 2ാം രാത്രി കാലവും ദൈവത്തിൻ്റെ ആത്മാവഗത്യമായി ഞങ്ങളോട് സംസാരിച്ച ഞങ്ങൾ കർത്താവേ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കമുള്ളവരായി കർത്താവേ, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവേ, ഹല്ലേലൂയ, ആഴമായി സംസാരിപ്പാൻ തൻ്റെ ദൈവം ബലപ്പെടുത്തിയതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അധികമായി ബലപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങൾ കർത്താവേ കൂലിയും വാങ്ങിയും പ്രതിഫലം വാങ്ങുന്നവരായി ഞങ്ങളുടെ വിശ്വാസ ജീവിതം നയിപ്പാൻ കർത്താവേ, ഞങ്ങളെ വിളിച്ചവൻ